ഫോണും കാര്യങ്ങളൊന്നുമില്ല, യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒന്നും അങ്ങനെ ഇല്ലാത്തതാണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സ്പീഡിൽ തന്നെ ആ ഒരു ഹമ്പ് ചാടി ഞാൻ കയറിപ്പോവും. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോവും നമ്മളങ്ങ്. അതായത് സ്പീഡൊന്നും കുറയ്ക്കില്ല, ഹമ്പിൽ അങ്ങ് ചാടിച്ചങ്ങ് കയറി അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അതൊരു കറക്റ്റ് ഒരു റോങ് ആയിട്ടുള്ളൊരു വേ ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹൗ ടു റൈഡ് എ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർട്ട് 1 ചെയ്തത് എൻ്റെ ഡ്യൂക്ക് 250ലാണ്. ബട്ട് ഗൈസ്, എൻ്റെ വണ്ടി ഇപ്പം ലോക്ക്ഡൗൺ സമയത്ത് ഇരുന്ന് വണ്ടിയുടെ സസ്പെൻഷൻ ഓയിലും കാര്യങ്ങളൊക്കെ ലീക്കായിട്ട് വണ്ടി ഇപ്പം പണിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ സൊമാറ്റോ ഒക്കെ ഓടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്, സ്പ്ലെൻഡറാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബൈക്കിൽ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവിൻസിങ് ആവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും വീഡിയോയിൽ പോകണ വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ചാനൽ നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ എങ്ങനെയാണ് ആദ്യം വണ്ടി ഓടിച്ച് പഠിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി ചെയ്തതിന് ശേഷം ഉള്ള അടുത്ത പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ വണ്ടി റോഡിലോട്ട് ഇറക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ ഒരു വളവ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളവ് വരുമ്പോൾ എങ്ങനെ വണ്ടി എടുക്കണം, ഒരു ഹമ്പ് എങ്ങനെ ചാടിക്കണം, ഇറക്കത്തിൽ വണ്ടി എങ്ങനെ ഇറക്കണം, ഗിയർ ഇട്ട് ഇറക്കണോ ന്യൂട്രൽ ഇറക്കണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും, പിന്നെ ട്രാഫിക്കിൽ നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം, റോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണുക, എന്നിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. പിന്നെ ഗൈസ്, നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് ഡൗട്ട്സ് ആയിരുന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരാനോ ഒന്നും ആരുമില്ലായിരുന്നു. ഈ യൂട്യൂബ് ചാനൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആ ടൈം ഒരു 6 വർഷം മുമ്പാണ്. എനിക്ക് ഫോണും കാര്യങ്ങളൊന്നുമില്ല, യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒന്നും അങ്ങനെ ഇല്ലാത്തതാണ്. അപ്പോൾ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു 3-4 തേരി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലൊക്കെ ഓടിച്ച് സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസിൽ തന്നെയാണ് വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചത്. അപ്പം കണ്ടില്ലേ, ഇതൊരു അത്യാവശ്യം നല്ല തേരിയാണ്. ഇവിടെ നമുക്ക് തേരിയിൽ എങ്ങനെ വണ്ടി എടുക്കുക എന്നുള്ളൊരു സിമ്പിളായിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. ചിലർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. നമ്മൾ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കയറ്റത്തിൽ എങ്ങനെ വണ്ടി എടുക്കുക എന്നുള്ളത് കാണിക്കാം. എന്നിട്ട് ഞാൻ തിരിച്ചിറക്കത്തിൽ എങ്ങനെ വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് വരാമെന്നുള്ളത് കാണിക്കാം. കയറ്റത്തിൽ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ എപ്പോഴും ബാക്ക് ബ്രേക്ക് ഹോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ഫ്രണ്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, കാരണം എൻ്റെ ബാക്ക് ബ്രേക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ വണ്ടി കണ്ടില്ലേ, ബാക്ക് ബ്രേക്ക് മാത്രം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പോവും, ഒട്ടുമില്ല ബ്രേക്ക്. അപ്പം ബാക്ക് ബ്രേക്ക് ഹോൾഡ് ചെയ്യുക. ബ്രേക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വണ്ടി ഇപ്പം ന്യൂട്രലാണ്. ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുക. ഫസ്റ്റിലോട്ട് ഇട്ടു. ഓക്കെ, എന്നിട്ട് നമ്മുടെ RPM കുറച്ചൊന്ന് കയറ്റി പിടിക്കുക. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് കയറ്റി പിടിക്കാനല്ല, ചെറുതായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ മൈന്യൂട്ടായിട്ടാണ് ആക്സിലേറ്റർ കൊടുത്തത്, അപ്പോഴെന്നെ ഇത്രയും കയറി. ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ആ ക്ലച്ച് പോയിൻറ്റിൽ വണ്ടി വിട്ടു കൊടുക്കുക. അപ്പോഴത്തേനും വണ്ടി ഇങ്ങനെ മൂവ് ആവും. അപ്പോൾ മൂവ് ആവണതിനനുസരിച്ച് നമ്മൾ ആക്സിലേറ്റർ കൂട്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചെറുതായിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ടൈരിയിൽ വണ്ടിയെടുത്ത് പഠിക്കാം. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പക്കയാവില്ല, സെക്കൻഡ് ടൈം ചെയ്തെന്ന് പറഞ്ഞാൽ പക്കയായില്ല. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ഇറക്കി നോക്കാം. തിരിച്ച് ആ ഒരു ഇറക്കം തന്നെ ഒന്ന് ഇറക്കി നോക്കാം. ഇറക്കത്തിൽ ഇറക്കുമ്പോഴത്തേനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാണിച്ചു തരാം. അപ്പം ഇറക്കുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളൊരു മിനിമം സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നൊരു ഇറക്കമാണെന്ന് കാണുമ്പം നമ്മൾ ഒരിക്കലും ന്യൂട്രലിട്ട് ഇറക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ന്യൂട്രലിട്ട് വണ്ടി ഇറക്കുമ്പോഴത്തേനും വണ്ടിയുടെ എൻജിൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഒട്ടും സ്ട്രെസ്ഡ് അല്ല, വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഇതിന് പകരമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് പോയാൽ കണ്ടില്ലേ, ആ എൻജിൻ്റെ ആ ഒരു പിടുത്തമുണ്ട് നമുക്ക്. അപ്പോൾ വണ്ടി ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ട് പോകും.
അതേസമയത്ത് നല്ല വലിയൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇട്ട് നമുക്ക് പോവാം. സെക്കൻഡ് ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പിടുത്തം എപ്പോഴും കാണും. വണ്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒട്ടും കൺട്രോൾഡ് അല്ലാത്ത രീതിയിൽ പോകില്ല. ഈ ഒരു പിടുത്തം പിടിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ വേണം നമ്മൾ കയറ്റവും ഇറക്കവും എടുത്ത് പഠിക്കാൻ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പഠിക്കുമ്പോഴെല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വണ്ടി എങ്ങനെയാണ് ഗട്ടറുകളിലൊക്കെ ഇറക്കുന്നതെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഗട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു നോക്കിക്കോ. അപ്പം ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഒരു മിനിമം സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ കാണാൻ പറ്റും നമുക്ക് ഗട്ടറാണ്. ഇപ്പം ഒരു ഗട്ടർ നമുക്ക് നേരത്തെ നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഒരിക്കലും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അടുത്തോട്ട് നോക്കി ഓടിക്കല്, ദൂരോട്ട് നോക്കി ഓടിക്കണം. കാരണം ദൂരെ നോക്കി ഓടിക്കുമ്പോഴത്തേനും നമ്മൾ ദൂരമുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ മൈൻഡ് തന്നെ നേരത്തെ വർക്ക് ചെയ്യും. അവിടെ എങ്ങനെ വണ്ടി പോകണം, വണ്ടി എങ്ങനെ എടുക്കണം, വണ്ടി എത്രത്തോളം ചരിക്കണം എന്നൊക്കെ നമ്മുടെ മൈൻഡ് നേരത്തെ വർക്ക് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ദൂരോട്ട് നോക്കി വേണം വണ്ടി ഓടിക്കാൻ. ഓക്കെ, അപ്പോൾ ദൂരോട്ട് നോക്കി ഓടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് ഗട്ടറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സെൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഗട്ടർ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമ്മളൊരു ഗട്ടർ നോട്ട് ചെയ്യുമ്പോഴത്തേനും വന്നുകൊണ്ടിരിക്കുന്ന സ്പീഡിൽ നിന്ന് ഗിയർ ഡൗൺ ചെയ്ത് സ്ലോ ആക്കണം. സ്ലോ ആക്കിയിട്ട് പയ്യെ എടുക്കണം. പയ്യെ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഇറക്കം കൂടാണ് കേട്ടോ. ഞാനിങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗട്ടർ കണ്ടു. ഞാൻ ഇപ്പോൾ ഗിയറിലാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ഗിയറിലിട്ട് നമ്മൾ ഈ ഇറക്കമൊക്കെ വരുമ്പോഴത്തേനും മാക്സിമം ഗിയറിലിട്ട് ഗട്ടറൊക്കെ ഇറങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഈ ഒരു മോഷനായിരിക്കും. അതുകൊണ്ട് തന്നെ കൺട്രോൾഡ് ആയിരിക്കും. ഇപ്പോൾ സെക്കൻഡിലിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കൺട്രോൾഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഗട്ടർ കണ്ടു, നേരെ ഫസ്റ്റിലോട്ടിട്ടു, പയ്യെ ഇറങ്ങിപ്പോയി. ഓക്കെ, ഞാൻ തിരിച്ചൊന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു മിനിമം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗട്ടർ കണ്ടു, പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്തു, ഫസ്റ്റിലോട്ടാക്കി. എന്നിട്ട് പയ്യെ ത്രോട്ടിൽ ഇങ്ങനെ അപ്പ് ചെയ്ത് പയ്യെ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത്, ക്ലച്ചിൽ കൺട്രോൾ വേണമെന്നല്ല, പയ്യെ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് എടുത്തു. ഇപ്പം ഇങ്ങനത്തെ ഗട്ടറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ ചാടി ചുമ്മാ പൊക്കോളും. അത്യാവശ്യം ഒരു വലിയ ഗട്ടറാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേനും ഒരു ടി ജംഗ്ഷൻ അല്ല, ഒരു ജംഗ്ഷനൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയാണ് വണ്ടി അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും നോക്കാൻ പോകുന്നത്. ഇപ്പം അടുത്തതോ അവിടെ ഒരു ഗട്ടറുണ്ട്. ആ ഗട്ടർ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു മിനിമം സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗട്ടർ ഞാൻ സെൻസ് ചെയ്തു. ഞാൻ നേരെ ചവിട്ടി വണ്ടി ഫസ്റ്റിലിട്ടു, പയ്യെ ഇടക്കി, ഫസ്റ്റിലിട്ട് തന്നെ ആ ഒരു ചെറിയ ആക്സലറേഷനിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ഒരു ടി ജംഗ്ഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും വഴിയുണ്ട്, ഇങ്ങോട്ടും വഴിയുണ്ട്. അതിനാണ് ഒരു ടി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ടി കണക്ക് ഇരിക്കുന്ന ഒരു ജംഗ്ഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ടി ജംഗ്ഷനിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിപ്പം ടി ജംഗ്ഷനിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേനും രണ്ട് സൈഡ് നോക്കുക. വണ്ടി സ്ലോ ചെയ്തിട്ട് രണ്ട് സൈഡ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. ഒരു ടി റോഡിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അപ്പം രണ്ട് സൈഡ് നോക്കാതെയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഓരോരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും രണ്ട് സൈഡ് നോക്കി പയ്യെ നിർത്തിയൊക്കെ വണ്ടി എടുത്ത് പഠിക്കുക. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഇങ്ങനത്തെ ടി റോഡൊക്കെ വരുമ്പോഴത്തേനും മാക്സിമം നല്ല രീതിയിൽ ഹോൺ ചെയ്യുക. അതാകുമ്പോഴത്തേനും നിങ്ങൾ ഹോൺ ചെയ്യുമ്പോഴത്തേനും ഇപ്പം എതിരെ വരുന്നൊരു വ്യക്തിക്ക് അറിയാം ഇങ്ങനെ ഒരു വഴി ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അയാളും തിരിച്ച് ഹോൺ അടിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിന്ന് ഒരു വണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ രണ്ടുപേരും, അയാളും എതിരെ വരുന്ന ആളും നിങ്ങളും പയ്യായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അപകട സാധ്യതയൊക്കെ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും റോഡിൽ ഇറങ്ങുമ്പോഴത്തേനും നിങ്ങൾ ഹെൽമെറ്റ് വയ്ക്കുക. എന്നിട്ട് ഹെൽമെറ്റിൻ്റെ ആ ഒരു ഹുക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ഹെൽമെറ്റിൻ്റെ ഹുക്ക് ഇടുക. കാരണം നിങ്ങളെ തലേന്ന് അപകടമൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും തെറിച്ച് ഹെൽമെറ്റൊക്കെ ഊരി പോകേണ്ട ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഹെൽമെറ്റിൻ്റെ ആ ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ തന്നെ ഹെൽമെറ്റ് നിൽക്കും. ഓക്കെ, പഠിക്കുന്ന സമയത്തായിരുന്നാലോ നമ്മളിപ്പം വണ്ടി അല്ലാതെ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ടായിരുന്നാലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഓടിക്കുക. അതിപ്പം കാറായിരുന്നാലും ബൈക്കായിരുന്നാലും നമ്മൾ ഇപ്പം പയ്യാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഓടിക്കുക. കാരണം റൈറ്റ് സൈഡ് ട്രാക്ക് എന്ന് പറയുമ്പോൾ സ്പീഡ് ട്രാക്കാണ്.
റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ട്രാക്കാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ പിടിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റൈറ്റ് സൈഡ് കൂടെ ആയിരിക്കും ആൾക്കാർക്ക് ഓവർടേക്ക് ചെയ്യേണ്ടുള്ള ഒരു സ്ഥലം. അതാണ് ഒരു കറക്റ്റ് വേ. റൈറ്റ് സൈഡിൽ കൂടെ നിങ്ങളും ഓവർടേക്ക് ചെയ്യാവൂ. അപ്പം നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആൾക്കാർ പാസ് ചെയ്ത് പോകും, അതായത് ഓവർടേക്ക് ചെയ്ത് കയറി പോകും. ലെഫ്റ്റ് സൈഡിൽ കൂടെ അവർ കയറി അങ്ങ് പോകും, അവരെ കാര്യം നോക്കി പോകും. ആ ഒരു ടൈമിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് എടുക്കാൻ വല്ല നോക്കുമ്പോഴാണ് ഇയാൾ ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടത്തിലോട്ട് ചെന്ന് നിൽക്കും. ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ ഈ പോലീസ് വണ്ടി കയറി പോകുന്ന നോക്കിയോ, ആ കാറുകാരൻ ലെഫ്റ്റ് സൈഡാണ് പോകുന്നത്, പോലീസ് വണ്ടി റൈറ്റ് സൈഡ് കയറിയാണ് ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടികളെല്ലാം എൻ്റെ റൈറ്റ് സൈഡ് കയറിയാണ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഇതാണ് ഒരു കറക്റ്റ് വേ ഓഫ് ഓവർടേക്കിംഗ്. നിങ്ങളിപ്പോൾ പയ്യെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകുക. ആ കാറുകാരൻ പോകണം കണ്ടില്ലേ, അത് കണക്ക് ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോവുക. നിങ്ങൾ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന കാറ് ലെഫ്റ്റ് സൈഡാണെന്നുണ്ടെങ്കിൽ അവരെ റൈറ്റ് സൈഡ് പിടിച്ച് മാത്രം നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറി പോവുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു യൂ ടേൺ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആ ഒരു പോസ്റ്റ് നിൽക്കണതിൻ്റെ അവിടെ നിർത്തണമെന്ന് വെച്ചോ. ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻഡിക്കേറ്റർ ഇടാൻ ശ്രമിക്കുക. എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കൈയും കൂടെ കാണിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൈ കാണിക്കുക. കാരണം ഡേ ടൈമിൽ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും അത്രത്തോളം വിസിബിൾ ആവണമെന്നില്ല. എനിക്കതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൊമാറ്റോ ഓടാൻ പോകുന്ന ടൈം അത്രത്തോളം വിസിബിൾ ആവില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പം അതിനുവേണ്ടിയാണ് നമ്മുടെ റോഡ് സേഫ്റ്റി റൂൾസ് പ്രകാരം നമ്മൾ കൈ കാണിക്കണമെന്ന്. നമ്മളിപ്പം ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് അറിയായിരിക്കും, ഹാൻഡ് സിഗ്നൽസ് കാണിക്കേണ്ടത് മസ്റ്റാണ്. ഹാൻഡ് സിഗ്നൽസ് കാണിക്കണം. അപ്പോൾ അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ടൈമിലൊക്കെ നമ്മൾ വണ്ടി റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ എടുക്കുമ്പോഴത്തേനും ഹാൻഡ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിനു വേണ്ടിയാണ്. അപ്പം ഹാൻഡ് സിഗ്നൽസ് മസ്റ്റായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടി സൈഡിലോട്ട് നിർത്തുക. ഇപ്പം മിറേഴ്സിൽ നോക്കുക, അത് കുറച്ചുകൂടെ ഒരു സേഫ്റ്റി സൈഡാണ്. നമ്മളിപ്പം ബാക്കിലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം എപ്പോഴും മിറേഴ്സ് യൂസ് ചെയ്യുക, കാരണം നമുക്കതൊരു സേഫ്റ്റി സൈഡാണ്. നമുക്ക് ബാക്കിലുള്ള കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം കൂടെയാണ് മിറർ യൂസ് ചെയ്യുമ്പോൾ. എന്തായാലും നമുക്ക് യൂ ടേൺ എടുക്കാൻ പഠിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിലോട്ട് നോക്കി, എല്ലാം നോക്കി, വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടു, വണ്ടി ഈ സൈഡിലോട്ട് നിർത്തി. ഓക്കെ, എന്നിട്ട് ഞാൻ ബാക്കിലോട്ട് നോക്കി, കാറുണ്ട്. ഫ്രണ്ടിലോട്ട് നോക്കി, ക്ലിയറാണ്. എന്നിട്ട് ഞാൻ വണ്ടി ഫസ്റ്റിലിട്ടു, പയ്യെ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ക്ലച്ച് വിട്ട് അതിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് തിരിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഒരു യൂ ടേൺ എടുത്ത് പഠിക്കാൻ. നിങ്ങൾക്ക് ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് ഒരു റൈഡറിനെ സംബന്ധിച്ചോളം ഏറ്റവും ബാഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതായത് ഹമ്പും ഒരു തേരിയുമായിട്ട് വരുന്നത്. ഹമ്പിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹമ്പിൽ നമ്മൾ ഇതേ സെയിം കാര്യം തന്നെയാണ്. വന്നുകൊണ്ടിരിക്കുന്ന സ്പീഡിൽ നിന്ന് വണ്ടി നല്ല രീതിയിൽ സ്ലോ ആക്കുക. എന്നിട്ട് പയ്യെ ആ ഒരു ഹമ്പ് കയറി പോവുക. പയ്യെ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നമ്മൾ ആ ഒരു ഹമ്പ് എടുക്കുക. ലെഫ്റ്റാണ് എടുക്കാൻ പോകുന്നത്. ഇൻഡിക്കേറ്റർ ഇട്ടു, ഗിയർ ഡൗൺ ചെയ്തു ഞാൻ, കാരണം എനിക്ക് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ഗിയർ 2 തവണ ഡൗൺ ചെയ്തു, വീണ്ടും ഫസ്റ്റിലോട്ടാക്കി പയ്യെ എടുത്തു. അപ്പം ഈ ഹമ്പ് കഴിഞ്ഞിട്ട് ഒരു തേരി വരുമ്പോൾ ഉള്ള സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേരി വരുമ്പോഴത്തേനും നമ്മളെ വണ്ടി ഓഫാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ടൈം തൊട്ട് ഞാൻ ഈ ഒരു സംഭവം ഇവിടെയാണ് ഓടിച്ച് പഠിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞൂടല്ലോ എങ്ങനെയാണ് ഹമ്പ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സ്പീഡിൽ തന്നെ ആ ഒരു ഹമ്പ് ചാടിയും കയറിപ്പോവും. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോവും നമ്മളങ്ങ്. അതായത് സ്പീഡൊന്നും കുറയ്ക്കില്ല, ഹമ്പിൽ അങ്ങ് ചാടിച്ചങ്ങ് കയറി അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അതൊരു ഒരു റോങ് ആയിട്ടുള്ളൊരു വേ ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് അത് എങ്ങനെയാണ് അവിടെ എടുക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. പോകുന്നത് ഒരു ഹമ്പാണ്. ഇവിടെ വന്നിട്ട് സ്ലോ ആക്കി ഫസ്റ്റിലിട്ട് പയ്യെ ത്രോട്ടിലിങ്ങനെ കൊടുത്ത് ക്ലച്ച് വിട്ട് എടുക്കും. ഇവിടെ എത്തുമ്പോഴത്തേനും ചിലർക്ക് വണ്ടി ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോഴത്തേനും വണ്ടി അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടിച്ച് ഓഫ് ആവും. കാരണം നമുക്ക് ക്ലച്ചിൽ വലിയതായിട്ട് കൺട്രോൾ ആദ്യമേ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇടിച്ച് വണ്ടി ഓഫാവും. ഓക്കെ, ഇവിടെ എത്തിയിട്ട് ഒരു ഹമ്പ് ചാടി നമ്മൾ വന്നു കഴിഞ്ഞ് വണ്ടി അങ്ങ് നിർത്തുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ടെക്നിക്കിൽ വണ്ടി എടുക്കുക. പയ്യെ നമ്മൾ RPM കൂട്ടി ക്ലച്ച് വിട്ട് തേരിയിൽ ഞാൻ എടുക്കാൻ പറഞ്ഞ ടെക്നിക്കിൽ നിങ്ങൾ വണ്ടി എടുക്കുക. പവർഫുള്ളായിട്ടുള്ള വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ചേട്ടന്മാർ എന്തായാലും റോഡിൽ കാണും. അവർ നിങ്ങൾക്കൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പയ്യെ നോക്കി എപ്പോഴും എതിരെ വരുന്ന ഒരാളെ നിങ്ങൾ നോക്കുക. അപ്പം
നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകില്ലേ, എതിരെ വരുന്ന ആളെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ അയാളെ നോക്കുമ്പോഴത്തേനും അയാൾക്ക് മനസ്സിലാവും നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകും, ഇപ്പം നിങ്ങൾ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ നമ്മളെ ഇടിച്ച് തെറിപ്പിക്കാനാണ് പറയുക, അതായത് അയാൾക്ക് നിർത്തി തരാനുള്ളൊരു മൈൻഡ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും മനസ്സിലാവും. അപ്പം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുകയോ ഇല്ല എന്നുള്ളൊരു കാര്യം അയാൾക്കും മനസ്സിലാവും. അത് അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളൊരു കോണ്ടാക്റ്റ് വയ്ക്കുക, അയാളെ നമ്മൾ എന്തായാലും നോക്കുക, എന്തായാലും നമ്മൾ രണ്ട് സൈഡ് നോക്കിയിട്ട് എതിരെ വരുന്ന വണ്ടീനെയും ആളെ ഒന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറേ കാര്യങ്ങൾ, കുറേ സൈൻ ബോർഡുകൾ, സ്കൂളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ സ്കൂളിനെയൊക്കെ നമ്മൾ ഒരു സ്കൂളിൻ്റെ ബോർഡൊക്കെ കാണുമ്പോഴത്തേനും നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പയ്യെ വേണം പോകാൻ. കാരണം സ്കൂൾ പിള്ളേരൊക്കെ കാണും, അവർ അറിഞ്ഞൂടാത്ത പ്രായമാണ്, അവർ റോഡിൽ നിന്നൊക്കെ എടുത്ത് ചുമ്മാ ക്രോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവമൊക്കെ ശ്രദ്ധിക്കുക, അവരെയൊക്കെ ഒരു സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക, പയ്യെ തന്നെ പോവുക. ഓക്കെ യെസ്. അപ്പോൾ അടുത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ടാണ്, നമുക്കിപ്പോൾ ഏതൊക്കെ ഗിയർ എവിടെയൊക്കെ മാറണം, ഗിയർ എങ്ങനെയാണ് മാറേണ്ടതെന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പം അതിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഓരോ ഗിയറിനും ഓരോ സ്പീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എത്ര സ്പീഡിൽ ഏതൊക്കെ ഗിയർ മാറണം എന്നുള്ളവരെയും ഞാൻ ഈ ഒരു സൈഡിൽ ഒരു റൈറ്റിംഗ് സൈഡ് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ടെക്നിക്കിൽ നിങ്ങൾ ഗിയർ മാറുക, നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഫസ്റ്റിലിട്ട് വണ്ടി ഇപ്പം ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ ഒരു പോയിന്റിൽ വണ്ടി നല്ല രീതിയിൽ അറയ്ക്കുന്നുണ്ട്, വണ്ടി നല്ല രീതിയിൽ ഇരയ്ക്കുന്നുണ്ട്. ആ ഒരു ടൈം എത്തുമ്പോഴത്തേനും ഗിയർ പയ്യെ അപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഗിയറിൻ്റെ ഏറ്റവും മാക്സിമം ടോർക്ക്, അത്രയും ടോർക്ക് മാത്രമാണ് ആ ഒരു ഗിയറിൽ പ്രൊഡ്യൂസ് ആവുന്നത്. അതുകൊണ്ടാണ് വണ്ടി ഇരയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഗിയർ മാറിക്കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി എടുക്കാം എന്നുള്ളൊരു കാര്യം, അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ആദ്യം വണ്ടി ബേസിക് തൊട്ട് പഠിച്ചു. വണ്ടി നമ്മൾ കറക്റ്റായിട്ട് ക്ലച്ച് കൺട്രോൾ വേണം, അതായത് ക്ലച്ച് പോയിന്റിൽ കറക്റ്റായിട്ട് എടുക്കാൻ പഠിക്കണം. അപ്പം അതിനുശേഷമാണ് നമ്മൾ ട്രാഫിക്കിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും ഈ പറഞ്ഞ ക്ലച്ച് പോയിന്റിൽ വണ്ടി എടുക്കണം, വണ്ടി ഫസ്റ്റിലിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഇങ്ങനെ പയ്യെ പഠിച്ച ഒരു അത്യാവശ്യം എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേനും നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടൈറ്റ് ട്രാഫിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് ഗിയറിലാണ്. ടൈറ്റ് ട്രാഫിക്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് പയ്യെ ക്ലച്ച് വിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു നോർമൽ ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു 2 ഗിയറിലായിരിക്കും നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ആ ഒരു 2 ഗിയറിലായിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്നത്. ഈ ഒരു ട്രാഫിക്കിൽ എടുക്കുന്ന കാര്യമൊക്കെ എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇന്നിപ്പം ഈ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇന്നിപ്പം അത്യാവശ്യം ട്രാഫിക്കൊന്നും ഇല്ല, അധികം ആൾക്കാരൊന്നും പുറത്തിറങ്ങാത്തതുകൊണ്ട് തന്നെ ഇന്ന് ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അടുത്തൊരു ഡെയിലി ഒബ്സർവേഷൻ വ്ളോഗായിട്ട് എടുക്കുമ്പോഴത്തേനും അതിൽ ഞാൻ ട്രാഫിക്കിൽ എന്തായാലും എനിക്ക് എടുക്കേണ്ടി വരും. ആ ഒരു ടൈമിൽ ഞാൻ ആ ഒരു ട്രാഫിക്കിൽ എടുക്കുന്ന കാര്യം ആ ഒരു ഡെയിലി ഒബ്സർവേഷൻ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ആ ഒരു ഡെയിലി ഒബ്സർവേഷൻ കൊണ്ടൊന്ന് ജസ്റ്റ് കാണുക, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. ഷെയർ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി വന്ന് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക, പഠിക്കുന്ന കൂട്ടുകാരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം see you soon. Till then, stay safe, ride safe and boom.